കാക്കനാട് ടൗണിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് കങ്ങരപ്പടി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രീമിയം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് ടൗണിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏകദേശം 3 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ എടപ്പള്ളിയിലേക്കും എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സെൻറ്റ് ലാൻഡിലായിട്ട് 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ, ഒരു സെർവൻറ്റ് റൂം സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഏകദേശം നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 6 മീറ്റർ വൈഡ് ടാർ റോഡിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നല്ലൊരു ഭംഗിയുള്ള ഒരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ലോവർ പാനലിംഗ് വർക്കുകളും ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വീടിൻ്റെ എലവേഷൻ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്ചറുകളൊക്കെ കൊടുത്തിട്ട് ഒരു പ്ലെയിൻ ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗേറ്റിൻ്റെ പില്ലറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗേറ്റ് ലൈറ്റുകളും അവിടെയും ടെക്സ്ചർ വർക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന വലിയ ഏകദേശം 18 അടിയോളം വരുന്ന ഗേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ നേരെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലോറിലൊക്കെ ആയിട്ട് കടപ്പ കല്ലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവേർഡ് പാർക്കിംഗ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിലൊക്കെ ലോവർ പാനലിങ്ങും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് ബോക്സുകളൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഭാഗവും ബിൽഡർ അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഭിത്തിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മതിലിൽ കണ്ട ടൈപ്പ് സെയിം പെബിൾ ടെക്സ്റ്ററിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വിൻഡോസുകളെല്ലാം UPVC പാനലിംഗ് വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അഡീഷണലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് 1-2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ടാപ്പ് പോയിൻറ്റിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഫ്ലോറിലായിട്ട് ഒരു G7 ഒരു ബ്രൗൺ കളർ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 8-10 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭിത്തിയിലായിട്ട് ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ UPVC പാനലിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുക്കാൻ നല്ല ഭംഗിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭിത്തിയിലെല്ലാം പെബിൾ ടെക്സ്റ്ററിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് ദർശനമായിട്ട് ഒരു ഡബിൾ ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തേക്കൂട്ടിൽ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതിനോട് അറ്റാച്ച്ഡായിട്ട് തേക്കിൽ തന്നെ പാനലിംഗ് വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ നേരെ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലോറിലൊക്കെ ആയിട്ട് 6x4 ടൈലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ടൈല് തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ലിവിങ് ഏരിയ ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഭിത്തിയിലൊക്കെ ആയിട്ട് നല്ലൊരു പാനലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുക ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഭിത്തിയിലും അത്യാവശ്യം നല്ലൊരു പാറ്റേൺ വർക്കുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കിട്ടുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് പുറത്തേക്കൊരു പാഷിയോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സ്ലൈഡിംഗ് ഡോർ തുറന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു വുഡൻ ഫിനിഷിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോപ്പിൽ റൂഫ് ടോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ട്രാക്ക് ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ടും നല്ല രീതിയിലൊരു ആർട്ടിഫിഷ്യൽ വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്നിട്ട് നമുക്കൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യം കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ആയിട്ടാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ജാഗോറിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ, ജാഗോറിൻ്റെ ഒരു കൺസീൽഡ് ടാപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ കൺസെപ്റ്റിൽ വരുന്ന ഒരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫുകളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് ഇവിടെയും ഒരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും നല്ലൊരു ചെറിയൊരു വാൾ വർക്കിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഭിത്തിയിലൊക്കെ നല്ല രീതിയിലൊരു ലൂവർ പാനലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കിച്ചൻ്റെ ഡോർ തുറന്ന് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണിലേക്കാണ് എത്തുന്നത്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ പറയാം. നല്ല ബ്രാൻഡഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് കൂടിയാണ്. ചിമ്മിണിയുടെ പ്രൊവിഷൻസ് കിഴക്ക് ഭാഗത്തേക്കായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു എൽ ടൈപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ഉള്ളൊരു മൾട്ടി സിങ്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെ മേളിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ട് ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും കൂടാതെ ഒരു സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കിച്ചൻ്റെ മിഡിലായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഒരു വർക്ക് സ്പേസിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിലൊരു ടാൻഡം ബോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇതും കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ കിച്ചൻ്റെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു സെക്കൻഡറി കിച്ചൺ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈല് ഫ്ലോറിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ താഴെയായിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം കബോർഡ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടോട്ടലി ഒരു സെക്കൻഡറി കിച്ചൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു സെർവൻറ്റ് ബാത്റൂമിൻ്റെ സൗകര്യം ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തും ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് കോർണറിലായിട്ട് നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള മിറ്റം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ കിണറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. KWA വാട്ടർ കണക്ഷനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോയുടെ സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വാൾഡ്രോബ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാൾഡ്രോബുകൾ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ലൈറ്റ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ആർട്ട് വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൂവർ പാനലിംഗ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന നല്ലൊരു ലെങ്തി ബാത്റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു സെപ്പറേഷൻ വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് കൊടുക്കാൻ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടർ, സ്പൗട്ട്, റെയിൻ ഷവർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വരുന്ന ഒരു ജാഗോറിൻ്റെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും അതിനോടനുബന്ധിച്ച് ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫർണിഷ്ഡ് ആയിട്ടുള്ള ബെഡ് സ്പേസ് ആണ് വരുന്നത്. ഓൾറെഡി കോട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ട് 2 വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ സിംഗിൾ പാളിയിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബെഡ് ലാമ്പുകൾ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ലൂവർ പാനലിംഗ് കൊടുത്തിട്ട് വാൾഡ്രോബ് സൗകര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ക്ലാസ് ആയിട്ട് എലഗൻ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സിങ് ടേബിളിൻ്റെ സൗകര്യങ്ങളും ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ ഒരു പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുള്ള ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് കിട്ടുക. നല്ലൊരു വലിപ്പമുള്ള ബാത്റൂം സ്പേസ് തന്നെ വരുന്നുണ്ട്. ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടർ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും ജാഗോറിൻ്റെ തന്നെ വാഷ് കൗണ്ടറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മീറ്റർ വീതിയുള്ള സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ഹാൻഡ് റെയിലിനായിട്ട് വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോറിലായിട്ട് വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം G7 സ്ലാബ് തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. പിന്നെ ലാൻഡിങ്ങിലൊക്കെ ആയിട്ട് നല്ല വീതിയുള്ള 2 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഡബിൾ ലൈറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ സ്റ്റെയർ കയറി നേരെ അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടും നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ഒരു ബോർഡർ ലൈനൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളായിട്ട് അയൺ ടേബിളൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്കാണ്. ബെഡ്റൂമിൻ്റെ പാസേജിലൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു ഷങ്കൺ വർക്കുകൾ ഭംഗിയിൽ തന്നെ ആർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഓൾറെഡി ഒരു കോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫോളോ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും ഒരു വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആർട്ട് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ തന്നെ TV ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ അവിടെയും വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു വെറ്റൻഡറി പ്രിൻസിപ്പളിൽ പാർട്ടീഷനൊക്കെ ചെയ്തു വരുന്ന ബാത്റൂം വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. വടക്ക് കിഴക്കേ മൂലയിലായിട്ട് വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റ് തന്നെ ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഇവിടെയും TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ വാൾഡ്രോബ് സംവിധാനങ്ങൾ ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്താണെങ്കിലും നല്ല രീതിയിൽ ലൂവർ പാൻഡിങ് ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു ആർട്ട് വർക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നിട്ട് ഒരു ബാൽക്കണി സൗകര്യം കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വുഡൻ പാറ്റേണിൽ വരുന്ന ടൈലാണ് ഫ്ലോറിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിലും ആ ടൈലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ഒരു ബ്ലാക്ക് കളർ ടോപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്നിട്ട് ലഭ്യമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ ഇനി ടൈല് വേണമെങ്കിൽ നമുക്ക് ടൈല് വിരിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ടെറസിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം വർക്കുകളാണ് വരുന്നത്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ ഓപ്പൺ ടെറസ് സൗകര്യം നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട്. കൂടാതെ വാഷിംഗ് മെഷീനും മറ്റ് സൗകര്യങ്ങളും ഈ ഭാഗത്ത് തന്നെയാണ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടൊരു മിററും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലേക്ക് പോകുന്ന പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഒരു ഡബിൾ ലൈറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ മെയിൻ ബാൽക്കണി സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ടൈൽ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും വരുന്നുണ്ട്. ഭിത്തിയിലേക്കായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു UPVC പാനലിൽ വരുന്ന ഒരു ഫിക്സഡ് ഗ്ലാസും ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ വിൻഡോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ലിവിങ്ങിൻ്റെ ഡബിൾ ലൈറ്റ് വ്യൂ നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു വലിയ ബാൽക്കണി സൗകര്യം തന്നെ നമുക്ക് ഈ വീടിന് ലഭ്യമാണ്.
കാക്കനാട് ടൗണിന് അടുത്തായിട്ട് വരുന്ന ഒരു അൾട്രാ ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കങ്ങരപ്പടി ടൗണിനോട് വെറും 500 മീറ്റർ മാത്രം മാറി ഒരു നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്നൊരു വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സെൻറ്റ് ലാൻഡിലായിട്ട് 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ, ഒരു സെർവൻറ്റ് റൂം സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ വീട്. ഒരേ സമയം 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. നോർത്ത് ഫേസിംഗ് ആയിട്ട് വരുന്ന നല്ല ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന ഏകദേശം 5-6 മീറ്റർ വീതിയോളം റോഡ് വരുന്ന ഒരു നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി വീടിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,75 ലക്ഷം രൂപയാണ് വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഇതുപോലൊരു വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.